ഇല്ല ഇത് എന്നെ മാങ്ങ കല്ലാക്കായി നമ്മുടെ നാട്ടിൽ കർമൂസ് മാങ്ങ പറഞ്ഞ സാധനം ഇതാണോ? ആ ഇതൊക്കെ എന്നാ വില? 20. ഇതൊക്കോ? അത് 20. ഇത് പഴുത്തതാ പച്ചയാ? പച്ച. ആ കറി വെക്ക. ഓ കറിയിൽ പോടുறது മാങ്ങ. ഓ അപ്പടിയാ. இதுக்கு இங்க என்ன பேரு? കല്ലാമാങ്ക. ആ ശരി. ആ കേരളാവാ. കേരളയിൽ ഇത് കർമൂസ മാങ്ക. കർമൂസ മാങ്ങ. ഇത് കപ്പായി. ആ ഞാൻ വിചാരിക്കും കപ്പായി ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. இல்ல இங்க பாக்குறதுக்கு வந்து டூரிஸ்டா வந்து இல்ல நானும் அந்த ஆள் இல்லையா, ഞങ്ങൾ രണ്ടുപേരും மட்டும் വീട്ടുക്ക് പക്കത്തിൽ ഇരിക്കുന്ന ആള്. ആ ശരി ബൈ. വേണം നിങ്ങൾ മഴന്റെ മുമ്പ് തടി സേഫ് ആക്കില്ലേ? നല്ല മഴ വരുന്നുണ്ട്. പേരെന്നാ? എന്നാ? അമിത് രാജ്. നൈസ് നെയിം. ബൈ. കൊച്ചു പോയി എന്നെ ഇടിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ വിളിച്ചിട്ടുണ്ടോ? വൃത്തികേടാണ് തരുമെങ്കിലും കച്ചവടം പൊടി പൊടിച്ച കച്ചവടം. ഇതൊന്നും ഇവിടെ വൃത്തികേടല്ല. ഞാൻ കണ്ടതിൽ വെച്ച് തമിഴ്നാട്ടിൽ നീറ്റ് ഇതിന്റെ കുപ്പത്തൊട്ടി റോഡാ. എന്നിട്ട് ഇതിന്റെ മുകളിൽ എന്ത് ചെയ്യും? ഇതിന്റെ മുകളിൽ അതെ ഇങ്ങനെയാണ് ഇവിടുത്തെ വേസ്റ്റ് ഡംപിങ്. പക്ഷെ ഇതൊന്നും അല്ല ഇവിടുത്തെ. ഇതൊക്കെ വൃത്തിയുള്ള സിറ്റിയാ. ഇതിലും വൃത്തികെട്ട പല സാധനങ്ങളും ഇന്ത്യന്റെ പല ഭാഗത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും എനിക്കൊരു പുതുമയേ അല്ല. പക്ഷെ ഈ മാർക്കറ്റിൽ എത്ര വൈബ്രന്റ് ആണെന്നുള്ളതാ. പൊളി സംഭവം. ഏപ്രിൽ മാസമാണ്, വേനൽക്കാലാണ്, മഴയാണ് പെയ്യുന്നത്. എല്ലാ നാട്ടിലും കാലാവസ്ഥാ വ്യതിയാനമാണ്. നിങ്ങൾ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ സിറ്റികളിലേക്കൊക്കെ വരികയാണ്, ഇതേപോലെ മാർക്കറ്റിലൊക്കെ ഇറങ്ങി വെക്കുക. എന്നിട്ട് ആൾക്കാരൊക്കെ ആയിട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് വെക്കുക. ചില ആൾക്കാർ നമ്മളെ ആട്ടും, ചില ആൾക്കാർ നമ്മളോട് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു. നേരത്തെ നമ്മൾ ആ വാഴപ്പഴക്കാരനും ആ മറ്റേ മഴ പെയ്യുന്നല്ലോ, ആ വാഴപ്പഴം വിൽക്കുന്ന ആളും അതേപോലെ ആ ഉള്ളി വിൽക്കുന്ന ആളൊക്കെ നമ്മളോട് എത്ര നല്ല രീതിയിലാണ് സംസാരിച്ചത് നിങ്ങൾ കണ്ടില്ലേ? അതൊക്കെയാണ് ലൈഫ്. അതൊക്കെ ഉണ്ടോ? പച്ച മാർക്കറ്റാണ്. ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇവിടെയൊക്കെയാണ് ജീവിക്കുന്നത്. ആ ജീവിതമൊക്കെ അല്ലേ നമ്മൾ കണ്ടത്. സോ ഇങ്ങനത്തെ നാടുകളിലൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുക, ആൾക്കാരുടെ ഇടയിലൊക്കെ നല്ല രീതിയിൽ ഇടപഴകുക, ജീവിതം പഠിക്കുക. ദാറ്റ്സ് ഓൾ. സംഭവം വന്ന് താമസ സ്ഥലത്ത് നിന്ന് നമുക്ക് വഴി തെറ്റിയിട്ടുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ തപ്പി പിടിച്ച് പോകണം. പക്ഷേ ഈ മാർക്കറ്റ് ഇങ്ങനെ കണ്ട് അങ്ങനെ നടക്കുക. ഏതൊരു നാട്ടിൽ വന്നാലും അവിടുത്തെ ഒതൻറ്റിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കൽ നിർബന്ധമാണല്ലോ. അപ്പം അതേപോലെ മധുരയിൽ വന്നപ്പോൾ കഴിക്കാൻ കണ്ടൊരു സാധനമാണ് മധുര ജിഗർത്തണ്ട. അതിൻ്റെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഷോപ്പ് തപ്പി നടക്കുകയാണ് ഇപ്പോൾ. ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഒറ്റേ ഉള്ളൂ, നടന്നു നോക്കുക. ഇതെന്താ സാധനം? ഇതെന്നാ സാധനം? ചന്ദനം. ഇത് കുറി. ഓ ഇതിൻ്റെ കളറ് മഞ്ഞതാ? യെല്ലോ. ചന്ദന തൈലം. നല്ല മണം, നല്ല മണം. ഇതാണ് ചന്ദന തൈലല്ലേ?
$50. ഇതെങ്ങനെ എടുക്കുന്നത്? എങ്ങനെ എടുക്കുന്നതെന്ന് കാണാൻ ഉണ്ടാവും. അതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്ന് അറിയാനേ. ഇതിൻ്റെ പ്രസൻറ്റേഷൻ പൊളി കേട്ടോ. ഇങ്ങനെ പൂന പോലെ കൂട്ടി വെച്ചിട്ട്. ഇത് ടർമറിക് മഞ്ഞപ്പൊടി അല്ലേ? പൂജ സ്റ്റോർ ആണോ? തമിഴിൽ എഴുതി വീട്ടിൽ മനസ്സിലാവില്ല. ചന്ദനം പിരമിഡ് പോലത്തെ. ഇതെന്നത്? സാമ്പ്രാണി. സാമ്പ്രാണി സാമ്പ്രാണി. ഇത് പൂജ സ്റ്റോറാ? ഓ, ചന്ദനത്തിന്റെ പ്രസന്റേഷൻ അടിപൊളിയാ. പൂജ സ്റ്റോറാ സംഭവം. എവിടെ കിലോ? 1 കിലോ 100 രൂപ. അത് 1.5 കിലോ 100 രൂപ. അതും കൊടൈക്കനാലാ? അതും കൊടൈക്കനാൽ. ഇത് ഫുള്ളാவே கொடைக்கானல் எல்லாமே. பொடி சைஸ் பெருசு அவ்வளவுதான். ஓ, சைஸ்ல உள்ள வித்தியாசம். அவ்வளவு. 100 ரூபா நல்லா இருக்கும். 100 ரூபா. வாங்கி போங்க. நீங்க இங்கயா? மதுரை. வேற என்ன? മണികണ്ഠൻ. മണികണ്ഠൻ. താങ്ക് യു. കാണുന്ന എല്ലാ മനുഷ്യന്മാരോടും എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അങ്ങനെ പോവുക. നല്ല രസമുള്ള പരിപാടിയാണിത്. ഇത് മറ്റേ ഇത് നമ്മളാ നിലത്ത് വീണ് കഴിക്കുന്ന സാധനമല്ലേ? അത് ഈ മരത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ അതൊക്കെ പുളിയല്ലേ? ഇതെന്നത്? ചീയക്കായി. ഏതൊക്കെ? ഓയിലാക്കിയിട്ട് ചീയക്കായി. ഇതൊക്കെ എന്നാ വില? കിലോ 300. ഇത് കൊണ്ടാട്ടം തന്നെ അല്ല. ഇതെന്നത്? അക്കടൻ്റെ മുതലാളിക്ക് വലിയ താല്പര്യമില്ലെന്ന് പറഞ്ഞതാണ്. തലങ്കാലിയാക്കാൻ പറഞ്ഞു. ഇതൊക്കെയാണ്. ചില ആൾക്കാരാട്ടും, ചില ആൾക്കാർ കാര്യം പറഞ്ഞുതരും. നമുക്കെന്താ? അങ്ങനെ വീണ്ടും മധുരൻ്റെ തെരുവ് കൂടെ നടക്കുക. ആ, നമ്മൾ ജിഗർദണ്ഡ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അത് മറന്നു. വാ, അത് പൂരാ മുളക. എന്തൊരു കിഴങ്ങാ? അത് എന്നെ കിഴങ്ങ്? അത് കഴിക്കരുത്. സൂപ്പ്. മുട്ടുവേദനക്കൊക്കെ നല്ല. മുളവാട്ടിക്കിഴങ്ങ്. ഇത് പാത്തതില്ല. ഓ, നമ്മളെന്തായാലും കാണാത്ത എന്തൊക്കെ വെച്ച സാധനം ഇവിടെ. മുളവാട്ടിക്കിഴങ്ങ് മുട്ടുവേദനക്ക് നല്ലത്. നമ്മുടെ നാട്ടിൽ വെറുതെ കളയുന്ന സാധനമാണല്ലോ ചക്ക. ഇവിടെ ചക്ക ഷോക്ക് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു നോക്കാം. ഇതാണ് കിലോ 1/4 കിലോ. 1/4 കിലോ 50, 1/4 കിലോ 70. സമ്മതിക്ക, അങ്ങോട്ടല്ല, അങ്ങോട്ടാ. 1/4 കിലോ 50, 1/4 കിലോ 70. അപ്പം മനസ്സിലായില്ലേ? നമുക്കൊന്നും ഒരു വിലയില്ലാത്ത സാധനമാണ് ചക്ക. ആയിരിക്കും, അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ. കാരണം എൻ്റെ വീട്ടിലൊക്കെ ചക്ക കഴിക്കാത്ത കുറേ ആൾക്കാരുണ്ട്. 50 രൂപ 1/4 കിലോ, അതേപോലെ 70 രൂപ. സമയത്ത് വേറെ എന്തോന്ന് കണ്ടിട്ട് പയറാ
അമര അമര വിത്ത് അമര പയറ് പയറാ ഉണക്കി വെച്ചാ എന്താ இது எதுக்கு சாப்பிட்றதுக்கு ശരി பார்த்ததில்லை இந்த സാധനം ഞാനതും കണ്ടിട്ടില്ല ഗൈസ് ഇങ്ങേതാ பார்சல் வந்து 50 ரூபா ഒരു ചിക്കൻ മിനി 40 ரூபா 40 രൂപ ஒரு மினி சாப்பிடும் നേരത്തെ പേ ചെയ്യണം കുടിച്ചു നോക്കി കുടിക്ക് എങ്ങനെയുണ്ട് മധുര ഒരു ചിക്കൂന്റെ ചെറിയൊരു ചോയുണ്ട് പേട 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 ഞാനിതിന്റെ മുമ്പേ കുടിച്ചതാ ഞാനിതിന്റെ മുമ്പേ കുടിച്ചിട്ടുണ്ടെന്ന് അറിയാം ടേസ്റ്റ് ഒക്കെ മറന്നിട്ടുണ്ട് ഇങ്ങനെ കുടിക്കുന്ന കഷ്ടപ്പെട്ട് ഗ്ലാസ് കൊണ്ടാണ് കുടിച്ചേക്കാൻ കുടിച്ചോളി അങ്ങനെ ജിഗർദണ്ഡേ സാപ്പിട്ടിട്ട് നേരെ റൂമിൽ പോവുക റെസ്റ്റ് എടുക്കുക റൂം പോവുക കുളിക്കുക മാറ്റുക ഫുഡ് കഴിക്കുക കിടന്നുറങ്ങുക നാളെ രാവിലെ അടുത്ത പരിപാടി അമ്പലം മാത്രമല്ല പള്ളിയുണ്ട് മധുരയിൽ മകരി ബാങ്ക് കൊടുത്തു നല്ല പള്ളിയിൽ കയറിയൊക്കെ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ചാക്കയില്ല ഞാൻ വിചാരിച്ച ആരെ സുജൂത് ചെയ്യാന്ന അങ്ങനെ ഇവിടെ വെച്ച് തൽക്കാലം മധുരൈ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്.